വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം എസ്.എഫ്.ഐ ഏതൊരു ഏരിയ കമ്മിറ്റിയുടെ ഏതോ ഒരു യൂണിറ്റിന്റെ ഒരു പോസ്റ്റർ കണ്ടിരുന്നു. RSSകാർക്ക് മുന്നിൽ മുട്ടുമടക്കിയ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റർ കണ്ടിരുന്നു. അവർക്കിപ്പോൾ വീണ്ടും ഒരു ട്രോൾ മെറ്റീരിയലായി അല്ലെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോട്ടോ ആയി മാറിയിരിക്കുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കുന്ന ഫോട്ടോ, ഒരു ഗിഫ്റ്റ് കൈമാറുന്ന ഫോട്ടോ, വളരെ സന്തോഷത്തോടെ നിൽക്കുന്ന. അപ്പോൾ ഇതും അവർ വിമർശന വിധേയമാക്കുകയാണ്. വീണ്ടും ഒരു ബി.ജെ.പിയുടെ വലിയ ഫേസ് ആയിട്ടുള്ള മോദിക്ക് മുന്നിൽ സന്തോഷത്തോടെ നിൽക്കുന്ന മുഖ്യമന്ത്രി, അതൊരു തെറ്റാണോ? വി.ഡി. സതീശൻ എന്ന് പറയുന്ന ആൾ, വി.ഡി. സതീശൻ എന്ന് പറഞ്ഞാൽ വടശ്ശേരി തറവാട്ടിലെ ദാമോദര മേനോന്റെ മകൻ സതീശൻ. ഇദ്ദേഹം ഗുജറാത്തിൽ ജനിച്ച് ഡൽഹിയിൽ താമസമാക്കിയിരിക്കുന്ന നരേന്ദ്ര ദാമോദർ ദാസ് മോദിയെ അദ്ദേഹത്തിന്റെ അടുക്കളവാതിലിലൂടെ പോയി കണ്ട് അദ്ദേഹത്തിന്റെ ആതിഥ്യം സ്വീകരിച്ച് അവിടെ നിന്ന് കഞ്ഞിയും പയറും കഴിച്ചിട്ട് എടുത്ത ചിത്രമല്ല അത്. വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഇച്ചിരി സംഖ്യകൾക്ക് സൂചിക്കാൻ വടശ്ശേരി ദാമോദര മേനോൻ മകൻ സതീശൻ കേരളത്തിലെ ജനങ്ങൾ, ആബാലവൃത്ത ജനങ്ങൾ വോട്ട് ചെയ്ത് അവരുടെ മുന്നണിയെ 102 സീറ്റുകൾ എന്ന ചരിത്ര നമ്പറിലേക്ക് എത്തിച്ച് അവിടെ നിന്നും ജനം, മോഹൻലാലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ ഒരു ജനത മുഴുവൻ ആർപ്പ് വിളിക്കുന്ന കാഴ്ചകൾ കണ്ടതിനു ശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വി.ഡി. സതീശൻ എന്ന വടശ്ശേരി ദാമോദര മേനോൻ മകൻ സതീശൻ ഭാരതത്തിന്റെ 12 വർഷക്കാലമായി ഭാരതത്തെ നയിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദിയെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലെത്തി കണ്ടതാണ്. അതായത് കേരളത്തിന്റെ ഇങ്ങനെ തെക്കേ അറ്റത്ത് കിടക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഡൽഹിയിലിരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടു എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ കോൺഗ്രസുകാരനായ വി.ഡി. സതീശൻ, ബി.ജെ.പിക്കാരനായ നരേന്ദ്ര ദാമോദർ ദാസ് മോദി, അല്ലെങ്കിൽ പോട്ടെ നിങ്ങളുടെ സന്തോഷത്തിന് RSSകാരനായ നരേന്ദ്രമോദിയെ കണ്ടതല്ല. ഇന്ത്യയിലെ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ് നരേന്ദ്രമോദിയെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്തത് വി.ഡി. സതീശനെയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത് വെച്ചുകൊണ്ട് ഈ RSS പ്രൊഫൈലുകൾ ഈ പറയപ്പെടുന്ന വി.ഡി. സതീശൻ നരേന്ദ്രമോദിക്ക് മുന്നിൽ മുട്ടുമുടക്കി എന്ന് പറയുന്നു. ഒപ്പം SFIക്കാർ, DYFIക്കാർ, CPMകാർ, CITക്കാർ ഇവരെല്ലാവരും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് രഹസ്യമാക്കി വെച്ചിട്ട് പോയതൊന്നുമല്ലല്ലോ. ഇന്നലെയും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടാണ് പോയത്. ഇനി മറ്റൊരു കാര്യം, ഇതിനു മുമ്പ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പലപ്പോഴും നരേന്ദ്രമോദി ഡൽഹിയിൽ പോയും അല്ലാതെ പലയിടങ്ങളിലും കണ്ടിട്ടുണ്ട്. കാണുമ്പോഴൊക്കെ ഈ നമ്മുടെ മുഖ്യമന്ത്രിക്ക് 81 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു ഔദ്യോഗികമായിട്ട്. ഇപ്പോൾ ഏതോ ഒരാൾ പറയുന്നത് അശോകൻ IAS ആണ്, അദ്ദേഹം പറയുന്നത് കേട്ടു, പഴയ കാലങ്ങളിലൊക്കെ ഈ കുടിപ്പള്ളിക്കൂടങ്ങളിലൊക്കെ കൊണ്ടുവച്ച് പഠിപ്പിച്ചതിന് ശേഷം സ്കൂളുകളിലേക്ക് കൊണ്ട് ചേർക്കുന്നത് കുറച്ച് താമസിച്ചിട്ടൊക്കെയാണ്. 7 വയസ്സ് 8 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് കൊണ്ട് ചേർക്കുക. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾ ഒരു പരുവത്തിൽ 5 വയസ്സ് ഒപ്പിച്ചൊരു ഡേറ്റ് ഓഫ് ബർത്ത് ഇടും. അതാണ് പിന്നീട് ഔദ്യോഗിക ഡേറ്റ് ഓഫ് ബർത്തായി മാറുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എങ്ങനെയായാലും പിണറായി വിജയന്റെ പ്രായം 81 അല്ല, 85 അടുത്തതാണ് എന്ന് അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥ തലത്തിലിരിക്കുന്ന ഒരാൾ തന്നെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. കണക്കോടുമ്പോൾ ശരിയാണ്. 89 ജനിച്ച ഞാൻ, 89 നവംബറിൽ ജനിച്ച ഞാൻ, എൻ്റെ ഔദ്യോഗികമായ SLC ബുക്കിലൊക്കെ 90 ജൂലൈയാണ്. ആ കാലഘട്ടത്തിലൊക്കെ ജനിച്ച ആളുകളുടെയൊക്കെ മന്ത്, ജനന മാസം മെയ്യോ ജൂണോ ജൂലൈയോ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് 89 ജനിച്ച എനിക്ക് തന്നെ ഒരു വർഷം എന്ന് പറഞ്ഞൊരു 8 മാസം ഗ്യാപ്പ് സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഈ പറയപ്പെടുന്ന പിണറായി വിജയനൊക്കെ എന്തുമാത്രം ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഇത്ര പ്രായമുള്ള മനുഷ്യൻ, വന്ധ്യവയോധികനായ ആരാധ്യനായ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, രാഷ്ട്രീയ അദ്ദേഹത്തിന്റെ ചെയ്തികളിലൊക്കെ എതിർപ്പുണ്ടെങ്കിലും അദ്ദേഹം ആദരണീയനായ വ്യക്തി തന്നെയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട MLA ആയി തുടരുന്ന, പ്രതിപക്ഷ നേതാവായി തുടരുന്ന, മുന്നണിയെ നയിക്കുന്ന നേതാവ് തന്നെയാണ്. അദ്ദേഹത്തിന് സ്വാഭാവികമായും ശരീരത്തിലൊരു ചെറിയ നടക്കുമ്പോൾ ഒരു ചെറിയ താഴെ നോക്കി നടക്കുന്ന ചെറിയ കൂന് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് പ്രായാധിക്യത്തിൽ ഉണ്ടാകുന്നതാണ്. പലപ്പോഴും പലരും അദ്ദേഹത്തെ കളിയാക്കുന്നത് നരേന്ദ്രമോദിയെ കാണുമ്പോൾ ഈ കൂനിന്റെ അളവ് ഇച്ചിരി കൂടും ഒന്ന് വളയും എന്ന്. എനിക്കത് തെറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്നേ ലോകത്തിലുള്ള വിവിധ രാഷ്ട്രങ്ങളിൽ പെടുന്ന ആളുകൾ ആരാധിക്കുന്ന വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപ്രഭാവം വളരെ വലുത് തന്നെയാണ്. നമ്മൾ ഇനി എത്ര നിഷേധിച്ചാലും നരേന്ദ്രമോദിക്ക് ലോകരാഷ്ട്രങ്ങൾക്കിടയിലുള്ള ഒരു സ്വീകാര്യതയും അദ്ദേഹം ഇടപെടുന്ന രീതിയും അദ്ദേഹത്തിന്റെ ചില തന്ത്രങ്ങളും ഒക്കെ ശ്രദ്ധിക്കപ്പെടേണ്ടത് തന്നെയാണ്. 12 വർഷക്കാലം ഇന്ത്യയെ മുന്നോട്ട് നയിക്കുക അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. അപ്പോൾ മാത്രമല്ല, പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷം
പിണറായി വിജയൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ഈ മനുഷ്യൻ ഏത് ഭാഷയിലായിരിക്കും അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടുണ്ടാവുക. ഉദ്യോഗസ്ഥർ എഴുതി കൊടുത്ത ചോദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും, തിരിച്ചു മറുപടി വന്നിടാം. നരേന്ദ്രമോദി അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ കൈകാര്യം ചെയ്ത ആൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്നൊക്കെ പറയുമ്പോഴും ഡിഗ്രി സർട്ടിഫിക്കറ്റുകളിലൊന്നും അല്ല ഇത് വലിയ കാര്യം. 4ാം ക്ലാസ്സും 5ാം ക്ലാസ്സും വരെ അങ്ങാണ്ട് കെ കരുണാകരൻ എന്ന ലീഡർ കരുണാകരൻ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ പാർലമെന്റിലൊക്കെ അദ്ദേഹം നടത്തിയിരിക്കുന്ന ഹിന്ദി പ്രസംഗങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ വീഡിയോകളായി നമ്മുടെ ലൈബ്രറികളിലുണ്ട് എന്നുള്ളതാണ്. പിണറായി വിജയന് ഉദ്യോഗസ്ഥർ എഴുതി കൊടുക്കുന്ന ചോദ്യങ്ങൾ, പിണറായി വിജയൻ ഭാഷയുടെ കാര്യത്തിൽ കുറച്ച് പിന്നോട്ടാണ്, അത് അംഗീകരിച്ചു പോകേണ്ട കാര്യം തന്നെയാണ്. എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം പറയും. പിന്നെ അദ്ദേഹം പൊതുവെ ആരെയും സുഖിപ്പിക്കാൻ വേണ്ടി അങ്ങനെ സംസാരിക്കുന്ന ആളൊന്നുമല്ല. അദ്ദേഹത്തിന് ചില ധാർഷ്ട്യങ്ങളുണ്ട്, ചില രീതികളുണ്ട്. അത് അദ്ദേഹത്തിന്റെ രീതിയാണ് എന്ന് നമുക്ക് കാണാം. പക്ഷെ അതൊരു കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആ രീതികൾ പൊതുസമൂഹം അംഗീകരിക്കില്ല എന്നൊരു സത്യമാണ്. ഇനി വേണമെങ്കിലാകാം, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് വേണമെങ്കിലാകാം. ജനതയെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ. പാർട്ടി സെക്രട്ടറിക്കും ആകാം. ആ പാർട്ടിക്കാർ മാത്രം അംഗീകരിച്ചാൽ മതി. പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷം മാധ്യമങ്ങളിൽ പോയി ബ്രീഫ് ചെയ്യാനൊന്നും പിണറായി വിജയൻ അങ്ങനെ തയ്യാറായിട്ടില്ല. മാത്രമല്ല ഒരു അജണ്ട സെറ്റ് ചെയ്ത അജണ്ടയ്ക്കുള്ളിൽ നിന്ന് സംസാരിച്ചിട്ട് മടങ്ങി വരിക മാത്രമാണ് ചെയ്തിട്ടുണ്ട്. അതിന് പുറത്തിട്ടുള്ള ചോദിക്കാൻ പറ്റില്ല, അദ്ദേഹത്തിന് പറ്റില്ല, ഉത്തരവുമില്ല. പിന്നെ മോദി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും അടുത്തിരിക്കുന്ന ആൾ അതിൻ്റെ ചോദ്യം തർജ്ജമ ചെയ്ത് കൊടുക്കുമായിരിക്കും, അതിൻ്റെ മറുപടി തർജ്ജമ ചെയ്ത് തന്നെ പറയുമായിരിക്കും. പക്ഷെ വി ഡി സതീശൻ അങ്ങനെയല്ല. വി ഡി സതീശൻ നല്ല മനോഹരമായി ഭാഷകൾ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന, രമേശ് ചെന്നിത്തലയൊക്കെ പോലെ തന്നെ, കെ സി വേണുഗോപാലിനെയൊക്കെ പോലെ തന്നെ, എം എ ബേബി സഖാവിനെയൊക്കെ പോലെ തന്നെ പറയണം, നന്നായി ഭാഷകൾ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന നേതാവാണ്. അപ്പോൾ അതിന് ബി ജെ പിയിലുണ്ട് സുരേന്ദ്രനും മുരളീധരനും രാജീവ് ചന്ദ്രശേഖരും അടക്കം. അപ്പോൾ സ്വാഭാവികമായും അവരവിടെ കുറേ നേരം ചർച്ച ചെയ്തു. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിട്ട് പറഞ്ഞെന്താ, കേരളത്തിന് അവകാശപ്പെട്ട പല തുകകളും പല കാരണങ്ങളാൽ മുടങ്ങിക്കിടപ്പുണ്ട്. ഇപ്പൊ GST വിഹിതം അടക്കം പല വിഷയങ്ങളിലും പ്രതിപക്ഷവും ഒക്കെ നിർമ്മലാ സീതാരാമൻ പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. നിങ്ങൾ കണക്ക് തന്നിട്ടില്ലല്ലോ, കണക്ക് തരാതെ എങ്ങനെയാണ് പണം തരാൻ കഴിയുക എന്ന് പലപ്പോഴും പറയേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇപ്പൊ വി ഡി സതീശനും തള്ളിക്കളയുന്നില്ല, ഇതെല്ലാം അന്വേഷിക്കും. പ്രത്യേകിച്ച് ധനകാര്യ വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. എന്തൊക്കെ പേപ്പറുകൾ കേന്ദ്രത്തിലേക്ക് കൊടുക്കാൻ പെൻഡിങ് ഉണ്ടോ ആ പേപ്പർ വർക്കുകൾ മുഴുവൻ തീർത്തിട്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളതെല്ലാം നിങ്ങൾ ആദരവോടുകൂടി സ്നേഹത്തോടു കൂടി വാങ്ങിയെടുക്കും. ഞാനിന്നിപ്പോൾ ഒരു ഷൂട്ട് കഴിഞ്ഞ് ഞാൻ ഇവിടെ താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ പോയി ഫ്രഷായിട്ട് തിരിച്ചു വരുന്ന ഒരു ഗ്രൂപ്പ് ടാക്സിയിലാണ്. അപ്പോൾ ആ ടാക്സി ഡ്രൈവർ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചു വന്ന കൂട്ടത്തിൽ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ നിന്ന് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞത് നോർത്ത് ഇന്ത്യയിലേക്കുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അത്യാവശ്യം ശമ്പളങ്ങളൊക്കെ ആയി, അവർ സ്വന്തം നാട്ടിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അതുകൊണ്ടാണ് ഇവിടെ വന്ന് കൂടുതൽ പൈസയൊക്കെ ഇവർ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ബംഗാളികളെ ഒന്നും വെച്ച്, അദ്ദേഹം പറഞ്ഞ ഭാഷയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അന്യസംസ്ഥാന തൊഴിലാളികളെ ഒന്നും വെച്ച് പണിയെടുപ്പിക്കുക. അദ്ദേഹത്തിന് ഒരു ഹോട്ടലുണ്ട്, 7 പേര് ജോലി ചെയ്തത് 3 മാസമേ അടച്ചിട്ടിരിക്കുകയാണ്. അതാണ് അദ്ദേഹം പറയാനുണ്ടായ കാരണം. ഇപ്പോൾ ഊബറോടുമാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും അത്യാവശ്യം വികസനവും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. കേരളം അതിനനുസരിച്ച് മാറേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഈ കേന്ദ്രത്തിൽ നിന്ന് ഇവർ കൊടുക്കുന്നത് പറയുന്നത് BJP-യുടെ പാർട്ടി ഓഫീസിന് എടുത്ത് കൊടുക്കുന്ന പൈസയൊന്നും അല്ലല്ലോ, കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടല്ലേ, നമുക്ക് അവകാശപ്പെട്ടല്ലേ. അത് മേടിക്കുന്നതിൽ എന്താണ് തെറ്റ്? PMC ഒക്കെ അദ്ദേഹം ഉത്തരിച്ച് സംസാരിക്കുന്നുണ്ട്. അത് മേടിച്ചെടുക്കുന്നതിൽ എന്താണ് തെറ്റ്? ഈ കേന്ദ്ര ബജറ്റിൽ ഈ നമ്മുടെ കേരളത്തിന് വകയില്ല, നമുക്ക് ഫണ്ട് വകയിരുത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് വിമർശിക്കുന്ന ഇതേ ആൾക്കാർ തന്നെയാണ് ഈ ഫണ്ട് മേടിക്കാനും വിമുഖത കാണിക്കുന്നത്. അതെ, ഇപ്പൊ PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ വിവാദങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അതിൽ UDF സർക്കാരിന്റെ നിലപാട് എന്താണെന്ന് അറിയട്ടെ. മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പദ്ധതികളെ വാങ്ങിയെടുക്കണം. നോക്കൂ, കേന്ദ്ര സർക്കാർ ഈ ഇന്ധന ഉപയോഗം കുറയ്ക്കാൻ വേണ്ടി ഈ പുനരുപയോഗവും പ്രകൃതിദത്തമായി ലഭിക്കുന്ന ഊർജ്ജങ്ങളും ഉപയോഗിക്കുക എന്നല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. 1000-ഓളം ഇലക്ട്രിക് ബസ്സുകൾ എല്ലാ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾക്കും കൊടുത്ത കൂട്ടത്തിൽ കേരളത്തിന് ഓഫർ ചെയ്തു. ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന KV ഗണേഷ് കുമാർ ഒറ്റയടി ഇത് വേണ്ട എന്ന് പറഞ്ഞു. ആന്റണി രാജു മന്ത്രിയായിരുന്ന സമയത്ത് കുറച്ച് ഇലക്ട്രിക് ബസ്സുകൾ സിറ്റി സർവീസുകൾക്ക് വേണ്ടി വാങ്ങിയിരുന്നു. അതിൽ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടത് നമുക്കറിയാം. ആ തിരുവനന്തപുരം കോർപ്പറേഷൻ ആ വണ്ടികളുമായി ബന്ധപ്പെട്ട കണക്ക് ചോദിക്കുകയും ഗണേശനുമായി ഉണ്ടായ കൊമ്പുവർക്കിനും ഒക്കെ നമ്മൾ കണ്ടു. ഒറ്റയടിക്കാണ് പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി പറയുന്നു, അതായത് കഴിഞ്ഞ സർക്കാരിലെ 2ാമത്തെ ഗതാഗത വകുപ്പ് മന്ത്രി പറയുന്നു, ഞങ്ങൾക്ക് സൗജന്യ വണ്ടികൾ വേണ്ട, ഇലക്ട്രിക്കൽ വണ്ടികൾ നഷ്ടമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ 1000 വണ്ടി എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രിക് ബസ്സിന് എത്ര കോടി രൂപയുടെ മുതലാണ്. ഈ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ചെലവ് വഹിക്കുന്നത് പകുതി കേരള സർക്കാരും പകുതി കേന്ദ്ര സർക്കാരുമാണ്. ഈ കേരളത്തിൽ കോൺഗ്രസ് ഓഫർ ചെയ്തിരിക്കുന്ന വനിതകൾക്കുള്ള സൗജന്യ യാത്രകൾ വരെ കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പുതിയ ഗതാഗത വകുപ്പ് ബന്ധപ്പെട്ട ആ വാഹനങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ചർച്ച നടന്നിട്ടുണ്ടാകാം.
ഇനി വി ഡി സതീശൻ പോയി വെറുതെ പ്രധാനമന്ത്രിയെ കണ്ടിട്ട് ഡൽഹി ഗേറ്റിൽ പോയി ഫോട്ടോ എടുത്തിട്ട് മടങ്ങിയതല്ല. അദ്ദേഹം അതിനുശേഷം ഫിനാൻസ് മിനിസ്റ്ററെ കണ്ടു, നിർമ്മലാ സീതാരാമനെ കണ്ടു, സാമ്പത്തിക സ്ഥിതികളുമായി ബന്ധപ്പെട്ട് പെൻഡിങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തതിനു ശേഷമാണ് അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങുന്നത്. പോകുന്നത് വി ഡി സതീശനാണ്. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ ഡൽഹിയിൽ പ്രത്യേക പ്രതിനിധിയെ വെച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കെ വി തോമസ് മാഷുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മുടെ ചാനൽ ഇന്റർവ്യൂ സംസാരിക്കുമ്പോൾ നിർമ്മലാ സീതാരാമനെ കേരളത്തിലെത്തിക്കാനും ഇവിടുത്തെ സാമ്പത്തിക വിഷയങ്ങളുമായി ചർച്ച നടത്താനും അദ്ദേഹത്തിന് സാധിച്ചു എന്ന് അദ്ദേഹം വലിയ കാര്യത്തിൽ പറയുന്നു. ആർജവമുള്ള കാര്യങ്ങൾ അറിയാവുന്ന, സംസാരിക്കാൻ അറിയാവുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മന്ത്രിമാരുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഇന്ന് CPIയുടെ മുൻ മന്ത്രി ചിഞ്ചുറാണിക്കെതിരെ പറഞ്ഞത് ഒരു പഞ്ചായത്ത് മെമ്പർ ആകാനുള്ള യോഗ്യത പോലും ഇല്ല എന്ന് പറഞ്ഞത് ഇവിടുത്തെ BJP കാരനോ കോൺഗ്രസ്കാരനോ അല്ല, അല്ലെങ്കിൽ CPM കാരനോ RSP കാരനോ CMP കാരനോ അല്ല, അത് പറഞ്ഞത് CPI കാർ തന്നെയാണ്. അത് CPI ഉള്ള നേതാക്കന്മാരാണ് എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ യോഗ്യതകളാണ്. പ്രീ ഡിഗ്രി തോറ്റിട്ടും എഞ്ചിനീയർമാരെയും കളക്ടർമാരെയും IPS ഉദ്യോഗസ്ഥരെയും അറിയാത്ത കാര്യങ്ങളിൽ ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പ് എന്ന തരത്തിൽ പിടിക്കുന്ന കീഴുട്ട കുമാരനും, ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയാത്ത കുറേ മന്ത്രിമാരും ഒക്കെയാണ്. ഇത് നമുക്ക് ആദ്യമേ തുടക്കത്തിൽ പ്രതീക്ഷ തന്ന കൃഷിമന്ത്രിയൊക്കെ ഉണ്ട്, P. പ്രസാദ്. ചെരുപ്പിട്ട് സിൽപ്പിട്ട് നടക്കുന്ന, സൈക്കിൾ യാത്ര ചെയ്യുന്ന P. പ്രസാദൊക്കെ വലിയ പ്രതീക്ഷ വന്നിരുന്നു. പക്ഷേ ചീരയ്ക്ക് വെള്ളം കോരുന്നതും പയറിന് വളമിടുന്നതും അല്ല കൃഷിമന്ത്രിയുടെ പണി എന്ന് കാലം തെളിയിച്ചു എന്നുള്ളതാണ്. എളിമയൊക്കെ നല്ലതാണ്, പക്ഷേ ചില കാര്യങ്ങളിൽ വേണ്ടത് വേണം. അത് തന്നെ കേരളത്തിന് നേടിയെടുക്കാനും വേണം. ഞാൻ പറഞ്ഞു വന്നത് ഇത്തവണത്തെ UDFന്റെ മന്ത്രിമാരുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ നമ്മൾ ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇനി വിദ്യാഭ്യാസ യോഗ്യത ഒന്നിനും മാനദണ്ഡം അല്ല എന്ന് തെളിയിക്കുന്ന ഒരു സംഭവം കൂടി ഇന്നുണ്ടായി. അതോട് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. പോയ വർഷത്തെ വിദ്യാഭ്യാസ മന്ത്രി റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ ഒരു 900 എന്ന സംഖ്യ അദ്ദേഹത്തിന് കളിയാക്കലുകൾക്കും ട്രോൾ മെറ്റീരിയലും ആക്കിയെങ്കിൽ ഇന്ന് അത് തന്നെ UDFന്റെ മന്ത്രിക്കും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നാക്കുപിഴയാണ്, അക്ഷരത്തെറ്റാണ്. പക്ഷെ ഒരു വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു കാരണവശാലും അത് ഉണ്ടായിക്കൂടാ എന്നുള്ളതാണ്. കൂടുതൽ ശ്രദ്ധ ആവശ്യങ്ങളാണ്. ആദ്യമായി മന്ത്രിയാകുകയാണ്, സ്വാഭാവികമായും പാനിക് ആയിട്ടുണ്ടാവാം. അത് ഈ പറയപ്പെടുന്ന ശിവൻകുട്ടി മന്ത്രിയെക്കുറിച്ചും അത് തന്നെയാണ് പറയാനുള്ളത്. അത്രയ്ക്ക് ഒരു സംഖ്യ കൂട്ടി വായിക്കാൻ അറിയാത്ത ആളൊന്നും അല്ലായിരുന്നു മിനിസ്റ്റർ ശിവൻകുട്ടി. അദ്ദേഹത്തിനെയും കുറെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആശയങ്ങളൊക്കെ നടപ്പിലാക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ പ്രൊഫസർ രവീന്ദ്രനാഥാണ് അതിന് മുമ്പ് കസേരയിൽ ഇരുന്നതെന്ന് നമ്മൾ ആലോചിക്കണമായിരുന്നു എന്നുള്ളതാണ്. അത് എന്തോ ആയിക്കോട്ടെ, അത് രാഷ്ട്രീയം. കുറച്ച് ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള ആളുകളെ ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ ഈ കാര്യങ്ങൾ നേടിയെടുക്കാം, കൂടുതൽ സംസാരിച്ച് കൊണ്ടുവരാം. ഇപ്പൊ വന്നിരിക്കുന്ന മന്ത്രിസഭയിൽ 10ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരു മന്ത്രി മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഉന്നത വിദ്യാഭ്യാസം, മിനിമം ഡിഗ്രിയെങ്കിലും ഉള്ളവരാണ് എന്നുള്ളതാണ്. അതിൽ പരിണതപ്രജ്ഞരായ ഒരുപാട് പേരുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ സർക്കാരിന്റെ പ്രതീക്ഷ. ഇതിനെയൊക്കെ നയിക്കാനും മുന്നിൽ നിന്ന് കാര്യങ്ങൾ തീരുമാനിക്കാനും VD സതീശനുണ്ട്. പറയാനുള്ളത് വടശ്ശേരി ദാമോദരൻ മേനോൻ, എനിക്കിങ്ങനെ വീണ്ടും പറയുന്നതിൽ എനിക്ക് തന്നെ ലജ്ജ തോന്നുന്നു. വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ ദാമോദർദാസ് മോദിയെ പോയി കണ്ടത് അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം ക്ഷണിക്കാനോ, അതിൻ്റെ മകൾക്ക് ഏതെങ്കിലും ആശ്രമം നടത്തുന്ന കോളേജിൽ അഡ്മിഷൻ നേടിയെടുക്കാനോ, അല്ലെങ്കിൽ മകന് വിദേശ രാജ്യത്ത് അഡ്മിഷൻ എടുക്കുമ്പോൾ എന്തെങ്കിലും സഹായം ചോദിക്കാനോ ഒന്നുമല്ല. പറവൂരിലെയോ ആലുവയിലോ വീട്ടുമുറ്റത്ത് ഒരു ജീപ്പ് ഇറയെ കേന്ദ്രസേനയെ തരുമോ എന്ന് ചോദിക്കാനുമല്ല, കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാനാണ്. ജനാധിപത്യ പ്രക്രിയയിലൂടെ ഒരു സംസ്ഥാനത്ത് ഒരു സർക്കാർ ഉണ്ടാകുമ്പോൾ ആ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയെ പോയി കാണുക എന്നത് രാഷ്ട്രീയ മര്യാദ കൂടിയാണ്. ആ രാഷ്ട്രീയ മര്യാദയുടെ പേര് കൂടിയാണ് VD സതീശൻ എന്ന് പറയുന്നതിൽ യാതൊരു വിധമായ തർക്കങ്ങളും വേണ്ട. എന്തായാലും VD സതീശൻ്റെ ശരീരഭാഷ നമുക്കറിയാം. പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ ആ ശരീരഭാഷയിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. പ്രധാനമന്ത്രിയോടുള്ള റെസ്പെക്റ്റോട് കൂടി തന്നെ, പുഞ്ചിരിയോട് കൂടി തന്നെ, നടു ഒട്ടും കുനിക്കാതെ, മുതു ഒട്ടും കുനിക്കാതെ അദ്ദേഹം കാര്യങ്ങൾ സംസാരിച്ച് മടങ്ങി വന്നു എന്നുള്ളതാണ്.